സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഇന്ന് സംയുക്ത വാർത്താ സമ്മേളനം നടത്തും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കെപിസിസി പ്രസിഡന്റ് വി എം സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവരാണ് മാധ്യമങ്ങളെ കാണുക. ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് വാർത്താ സമ്മേളനം. സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരമായെന്ന് ബോധ്യപ്പെടുത്തുന്നതിനായാണ് നേതാക്കളോട് സംയുക്ത വാർത്താ സമ്മേളനം നടത്താൻ സോണിയാഗാന്ധി നിർദ്ദേശിച്ചത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഐക്യം പ്രകടമാക്കാൻ ഇത് ഉപകരിക്കുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാർത്താ സമ്മേളനം. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന കർശന നിർദ്ദേശം UDF ഘടകകക്ഷികൾ ഇന്നലെ നടന്ന കൂടിക്കാഴ്ചയിൽ സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഇത് അനിവാര്യമെന്നതാണ് ഘടകകക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നത്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഗ്രൂപ്പ് ഭേദമില്ലാതെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന നിർദ്ദേശവും സോണിയ നൽകിയിരുന്നു. ഈ സന്ദേശം പ്രകടമാക്കുന്നതാകും വാർത്താ സമ്മേളനം. മുന്നണിയിലെ ഘടകകക്ഷികളുമായുള്ള തർക്കങ്ങളും ചർച്ചയിലൂടെ തീർക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തും. UDF ഒറ്റക്കെട്ടായി നിന്നാൽ സംസ്ഥാനത്ത് അധികാര തുടർച്ച ഉണ്ടാകുമെന്നതാണ് ഹൈക്കമാൻഡിന്റെയും വിലയിരുത്തൽ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.